ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ ഒരു സ്പൈസ് റാക്കാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന റാക്കാണ് കേട്ടോ. അതിൽ ഓരോ തട്ടിലും 6 എണ്ണം വീതമാണുള്ളത്. ടോട്ടൽ 18 കണ്ടെയ്നേഴ്സ് ഈ ഒരു റാക്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയ അടുക്കളയൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു റാക്ക് നല്ല യൂസ്ഫുൾ ആണ്. ഇതിൽ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ലിഡിൽ ഈ ഒരു ചെറിയൊരു ഇങ്ങനെ നീക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ലിഡും കൂടി ഉണ്ട്. അതൊരു സൈഡിലേക്ക് നീക്കുമ്പം ഒരു ഹോളും മറ്റേ സൈഡിൽ നമുക്ക് പൗഡറൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ ചെറിയ ഹോളുള്ള ഒരു ഭാഗമുണ്ട്. അതിലൂടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ല ലിഡ് തുറന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടെയ്നേഴ്സിൽ നമുക്ക് കടുക്, പെരിഞ്ജീരകം, നല്ല ജീരകം, അതുപോലെ തന്നെ അപ്പക്കാരം, അങ്ങനെ നമ്മൾ കുറച്ച് വാങ്ങി വെക്കല്ലോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഏലക്ക പൊടിച്ചത്, കുരുമുളക് പൊടി, അങ്ങനെയൊക്കെ കുറച്ചായിട്ട് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു ഇതിൽ കണ്ടെയ്നേഴ്സിൽ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് സ്ഥലത്ത് തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 596 രൂപയ്ക്കാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓയിൽ ഡിസ്പെൻസേഴ്സ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഹാൻഡിൽ വരുന്ന ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഒഴിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഇതിങ്ങനെ ചെരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്ന ലിഡാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സൈഡിലുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചെരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് അതിലൂടെ ഓയിൽ വരും. ഇത് 1000 ml കണ്ടെയ്നറാണ്. അങ്ങനത്തെ 2 എണ്ണം വരുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 229 രൂപയാണ് 2 എണ്ണത്തിനും കൂടി. അപ്പം അതിന് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കും ഒക്കെയാണ്. അധികം ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലുള്ള ഒരു സ്റ്റോറേജ് റാക്കാണ്. ഒരു സ്ലിം ആയിട്ടുള്ള നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള ആ ഒരു സ്ഥലത്തൊക്കെ ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു റാക്കാണ്. ഇത് ഞാൻ വെജിറ്റബിൾ റാക്കായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലിതാ ഞാനിങ്ങനെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, അതേപോലെ തന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള നമ്മൾ പുറത്ത് വെക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു റാക്കിൽ ഈ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും മുകളിലത്തെ റാക്കിൽ മിക്സിയുടെ ജാറുകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മിക്സി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ സൈഡ് ലൈനായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ മിക്സിയുടെ ജാറുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ ഒരു റാക്ക് ഈ ഒരു സ്പേസിൽ നല്ലോണം ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 621 രൂപയാണ്. ഇതിൻ്റെ താഴെ ഒരു വീലുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലുള്ള കണ്ടെയ്നർ സെറ്റാണ്. 24 എണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന കണ്ടെയ്നേഴ്സാണ്. ഇതിൻ്റെ കൂടെ സ്പൂണും ഉണ്ട് കേട്ടോ. 24 സ്പൂണും ഉണ്ട്. അപ്പം ഇതിലിതാ ഇതേപോലെ ചെറുത്, അതിൻ്റെ വലുത്, അങ്ങനെ 4 സൈസിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുതിൻ്റെ 350 ml ആണ് കപ്പാസിറ്റി ഉള്ളത്. പിന്നെ അതിൻ്റെ കുറച്ച് വലുത് ഇത് 650 ml കപ്പാസിറ്റി ഉള്ളതാണ്. പിന്നെ അതിൻ്റെ ലിഡൊക്കെ നല്ല എയർ ടൈറ്റാണ് കേട്ടോ. അതിൻ്റെ സൈഡിലൊരു റബ്ബറിൻ്റെ ഒരു റിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എയർ ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് വലുത് 900 ml ആണ്. പിന്നെ അതിന് ഏറ്റവും വലുത് വരുന്നത് 1400 ml ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സൈസിൽ വരുന്നതാണ്. പിന്നെ ഇതേപോലുള്ള സ്പൂണ് എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പൂണ് ഈ വലിയ കണ്ടെയ്നേഴ്സിലൊന്നും ഈ സ്പൂൺ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. കാരണം വലിയ ഒരു കണ്ടെയ്നറിൽ ഈ ചെറിയ കുഞ്ഞ് സ്പൂൺ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ വേറെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 721 രൂപയാണ്. ആ 721 രൂപയ്ക്ക് ഈ ഒരു കണ്ടെയ്നർ സെറ്റ് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒരു സെറ്റാണ്. 8 എണ്ണം വരുന്ന സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 226 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇങ്ങനെ മീഷോയിൽ നോക്കിയപ്പം അധികവും ഇങ്ങനെ ഗ്രീൻ ആയിട്ടുള്ള ലീഫിൻ്റെ ഒക്കെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി അവസാനം ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സും ഒക്കെ വരുന്ന ഒരു സെറ്റ് ഇതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പം റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ എല്ലാ കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വരുന്നതായതുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഇത് ഞാൻ ഞങ്ങളുടെ വാഷ് ബേസിൻ്റെ അടുത്തൊരു ഇങ്ങനെ GI പൈപ്പ് കൊണ്ടൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിങ്ങനെ ഓരോന്നും വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ 5 എണ്ണം ഈ സ്റ്റാൻഡിലും വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കിച്ചൻ്റെ വിൻഡോസിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതേപോലെ തന്നെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന വള്ളി പോലെയുള്ള പ്ലാന്റ് ഉണ്ടാവില്ല, ഇലകളുള്ള, അതാണ് വാങ്ങിയത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പച്ചയും മഞ്ഞയൊക്കെ കളറായിട്ടുള്ള ഇലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ കൂടെ ഈ ബോട്ടിൽ വരുന്നില്ല കേട്ടോ. ബോട്ടിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ബോട്ടിലിൽ ഇത് വെച്ചതാണ്. അല്ലാതെ ഇത് ലീഫ് മാത്രമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലോ എന്തെങ്കിലും ഇതിങ്ങനെ വെച്ചാൽ മതി. ഇത് നമ്മളിങ്ങനെ ജനാലയിലൊക്കെ വെക്കുമ്പം ഇതിങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 121 രൂപയാണ്.
നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതേപോലുള്ള അഗർബത്തി സ്റ്റാൻഡാണ്. 2 എണ്ണം വരുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 135 രൂപയാണ്. അപ്പം ഇത് നമ്മളുടെ ഇവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ ആകുമ്പം കുറച്ച് കൊതുകൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കിച്ചണിലൊക്കെ പ്രത്യേകിച്ചും അടുത്തൊരു പറമ്പുണ്ടായതുകൊണ്ട് അവിടുന്ന് വല്ലാണ്ട് കൊതുക് വരും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഇതിലിങ്ങനെ കത്തിച്ച് വെച്ചാൽ ഇതിൻ്റെ പൊടി ഇങ്ങനെ തൊയ്യുമല്ലോ, ഇത് കത്തുന്നതിനനുസരിച്ച് അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ആയിക്കോളും. നമ്മൾ വെക്കുന്നിടത്തൊന്നും ആവില്ല. അതേപോലെ തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റി വെക്കണമെങ്കിലും ഒക്കെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കത്തിച്ച് വെക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് കാർട്ടൺ ഹോൾഡറാണ്. ഇതേപോലുള്ള ഹോൾഡറാണ് കേട്ടോ. അത് നമുക്കിപ്പോൾ ഡ്രിൽ ചെയ്ത് വെക്കാൻ പറ്റാത്ത എവിടെയെങ്കിലും നമുക്ക് കർട്ടൻ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കറുണ്ട്, അതെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൽ കമ്പി വെച്ചിട്ട് കർട്ടൻ വെക്കാം. ഇത് ഞാൻ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന തുണി ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു ഹോൾഡർ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൽ വെച്ചിട്ട് നമുക്ക് കുറച്ചൊരു വീതിയുള്ള കർട്ടനൊന്നും വെക്കാൻ കഴിയില്ല, കാരണം ഈ ഒരു സൈഡിൽ കുറച്ചൊരു ഗ്യാപ്പേ വരുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കർട്ടനെ വെക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 108 രൂപയാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതേപോലുള്ള വീലാണ്. നമ്മൾ ഹെവി ഫർണിച്ചറൊക്കെ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ നീക്കാൻ പറ്റാത്ത ആ ഒരു ഇതിലുള്ളത് നമുക്ക് ഇതേപോലുള്ള വീല് വെച്ചാൽ പെട്ടെന്ന് തന്നെ നീക്കാം. ഇങ്ങനത്തെ 4 എണ്ണം വരുന്ന ഒരു പാക്കാണ്. അതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് അത് നമുക്ക് ഏതിലാണോ ഒട്ടിക്കേണ്ടത് അതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു ടാപ്പ് റൗണ്ടിലുള്ള ഒരു ടാപ്പും കിട്ടുന്നുണ്ട്. ഈ ഒരു വീലിൻ്റെ അവിടെ ഒരു ബോളും പോലെയാണ് കേട്ടോ ഉള്ളത്, അതിങ്ങനെ കറങ്ങുമ്പോഴാണ് പെട്ടെന്ന് മൂവ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിത് വാങ്ങിയിട്ടുള്ളത് നമ്മളുടെ കിച്ചണിൽ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. GI പൈപ്പിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് വെച്ചതാണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ്. അപ്പോൾ അത് ഗ്രാനൈറ്റിൻ്റെ വെയിറ്റും ഇതും എല്ലാം കൂടി ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചാൽ നീങ്ങൂല. അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ അടിച്ച് വരുമ്പം നമുക്ക് നീക്കിയാലല്ലേ നല്ലോണം അടുത്ത പൊടിയൊക്കെ പോകുള്ളൂ, അതിങ്ങനെ അവിടെ തങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീല് ഇതിൻ്റെ അടിയിൽ വെച്ചപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഇത് മൂവ് ആവുന്നുണ്ട്. നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ വലിക്കുമ്പോൾ തന്നെ ഇത് മൂവ് ആവുന്നുണ്ട്. പിന്നെ ഇത് അടിയിൽ വെച്ചുകൊണ്ട് തന്നെ അടിയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അടിച്ച് വരുമ്പോൾ അതിൻ്റെ അടിയിലുള്ള പൊടികളൊക്കെ അടിച്ച് വരാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, എല്ലാം എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പം ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എല്ലാ പ്രോഡക്റ്റിനും ഞാൻ പ്രീപെയ്ഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ എനിക്ക് കിട്ടിയത്. നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചിട്ടാണ് കേട്ടോ റേറ്റ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അതും കൂടി നോക്കുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.